guys, welcome back to our channel, The Dew Dairy. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നടക്കൊക്കെ പറയട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ്. ഞാൻ പുതിയൊരു ചാനലല്ലേ, ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മാരേജ് ഫംഗ്ഷൻസിന് ഇടാൻ പറ്റിയ കുറച്ച് ചുരിദാർ സെറ്റുകളാണ് കാണിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആമസോണിനും പിന്നെ മീഷോന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു 8 ഐറ്റം ചുരിദാറുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇന്ന് ഹോള് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇത് എടുത്തിട്ട് കുറച്ച് കാലം ആയിട്ടുണ്ട്. ഒരു 1 ഇയറിനുള്ളിൽ അടുത്തായിട്ട് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ റിവ്യൂ ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ. നല്ല അടിപൊളി എന്താ പറയുക ചുരിദാർ സെറ്റുകളാണെങ്കിൽ അത്യാവശ്യം നല്ല ആര് ചെന്നാലും അടിപൊളി ഉണ്ടല്ലോ ഓൺലൈൻ എന്ന് പറയുമ്പോൾ അത്ര നല്ല സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചുരിദാർ സെറ്റുകളാണ് ഒക്കെ. ഞാൻ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഫിറ്റിംഗ് കറക്റ്റ് ആവും, അതുപോലെ ക്ലോത്ത് എങ്ങനത്തെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം ഓൺലൈൻ. എസ്പെഷ്യലി മീഷോ, എല്ലാവരുടെയും ഒരുതിൻ്റെ മീഷോ കുറച്ച് എന്താ പറയുക ക്വാളിറ്റി കുറവുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ളതിലൊക്കെ ഒരുവിധമൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കുറച്ച് ഡ്രസ്സസാണ്. അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകാം. അതെ, ഓക്കെ. അപ്പം നമുക്ക് എന്നാ വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന 8 ചുരിദാറിൽ ഏറ്റവും റേറ്റ് കൂടിയ ഐറ്റാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മാത്രം ഇപ്പം അതിനൊരു എത്രയാ റേറ്റ് വന്നിട്ടുള്ളത്? ഒരു 699 ആണ് അതിൻ്റെ റേറ്റ് തന്നെ. ആമസോണിന് എടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം അതാണ് കാണിക്കുന്നത്. ഞങ്ങൾ എടുക്കുമ്പോൾ എത്രയായിരുന്നു ഇതിന് റേറ്റ്? ഞങ്ങൾ എടുക്കുമ്പോൾ അതായിരുന്നു. ഇപ്പം ഏതാണെന്ന് അറിയില്ല. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ. അങ്ങനെ ചുരിദാർ ഒരു അടിപൊളി ഒരു ഓറഞ്ചാണ് വരുന്നത്. നല്ലൊരു ഓറഞ്ച് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ്. ഇതിൻ്റെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞങ്ങൾ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതിന് ഫുൾ സൈസ് ഫോട്ടോ വരുന്നത്. നല്ല രസമാണ്, ഭംഗി, നല്ല വർക്കാണ്. ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ചിന് ഇത് വർക്ക് ഗോൾഡനും ഈ ഓറഞ്ച് ത്രെഡ് വർക്കും തേച്ചിട്ടില്ല കേട്ടോ ഞങ്ങളത്. അതാണ് വരുന്നത്. അത് ഞാൻ നല്ലൊരു ഒരു എന്താ പറയുക ഗോൾഡൻ കളറ് ഷെൽ വർക്കും അങ്ങനെ വരുന്ന ഓർഗാൻസയിലാണ് വരുന്നത്. ഇത് ഓർഗാൻസയുടെ കൈൻ്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ സ്ലീവ് നല്ല രസമാണ്. ഞങ്ങൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ ഒരു പാൻറ്റും വരുന്നുണ്ട്. യെസ്, ഇതൊരു ഫുൾ പാൻറ്റിനാണ്. അതിൻ്റെ തെറ്റത്തും ഇതുപോലൊരു ഇങ്ങനെ ഒരു ഗോൾഡൻ ഒരു സീക്വൻസ് വർക്ക്. പലാസോ അല്ല, കുറച്ച് ലൂസാണ് പാൻറ്റ്. ഞങ്ങളത് അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പലാസ ടൈപ്പ് അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തും ഇതുപോലൊരു ഗോൾഡൻ സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട്. എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പോക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ ഇഷ്ടമുള്ള കാര്യമാണ്. പോക്കറ്റ് ഉണ്ട് ഇത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഷോളും വരുന്നത്. ഷോളും നല്ലൊരു റിച്ച് ലുക്ക് കൊടുക്കുന്ന ഒരിതാണ്. നമുക്ക് അത്യാവശ്യം ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ നല്ല ഒരു റിച്ച് ലുക്ക് തന്നെയാണ്. ഇത് ഷോള് വരുന്നത് ഓർഗാൻസയാണ്. അതിൻ്റെ തുമ്പത്തും കണ്ട ഇതുപോലൊരു സീക്വൻസ് വർക്കാണ് വരുന്നത്. ഇതിൽ ഗോൾഡനും ഓറഞ്ചും ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക അടിപൊളി വർത്താണ്. ഇത് അത്യാവശ്യം ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കല്യാണങ്ങൾക്ക് ഞാനാണെങ്കിലും ഇവളാണെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം. അതെ, നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് സംഭവം. നല്ലൊരു ചുരിദാറാണ്. ഫസ്റ്റ് വൺ ഇതാണ്. ഈ സെക്കൻഡ് വൺ കാണാം. നെക്സ്റ്റ് ചുരിദാർ വരുന്നത് ഇതാണ്. ഇത് ഒരു യെല്ലോ ആൻഡ് ഒരു അനാർക്കലി ടൈപ്പാണ് വരുന്നത്. നേരത്തെ കാണിച്ചത് ഓറഞ്ച് സ്ലിറ്റ് ആണ്. ഇത് സ്ലിറ്റ് അല്ല കേട്ടോ, ഇതൊരു അനാർക്കലി ടൈപ്പാണ് വരുന്നത്. ഇതും കോട്ടൺ ആണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഒരു റെഡ് കളറാണ് കേട്ടോ ഇതിൽ വർക്ക് വരുന്നത്. വീഡിയോക്ക് കാണിച്ച് കണ്ടോ, ഒരു റെഡ് കോമ്പിനേഷനാണ് വരുന്നത്. ഗോൾഡനും ഒരു റെഡ് ടൈപ്പ് കോമ്പിനേഷനാണ് ഇതുമ്പോൾ വരുന്ന വർക്ക് വരുന്നത്. ഇതും അടിപൊളി സാധനമാണ് കേട്ടോ. ഹൽദിക്ക് ഞാൻ ഹൽദിക്ക് ഇട്ടിട്ടുള്ളതായിരുന്നു. നല്ലതായിരുന്നു. ഇതിൻ്റെ കൈയിൻ്റെ അറ്റത്തും ഇത് സ്ലീവ് ആണെങ്കിലും സ്ലീവിൽ ഫുൾ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ
ഇവിടെ തുമ്പത്താണെങ്കിലും നമുക്ക് വരുന്നത് ഒരു റെഡ് ഒരു വർക്കാണ് വരുന്നത്. ഇതും ഒന്നും പറയാനില്ല, സൂപ്പർ 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 ഡ്രസ്സാണ് കേട്ടോ. ഓൺലൈൻ എടുത്തിട്ട് ഓൺലൈൻ എടുത്തതിൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഞെറിയാണ് കേട്ടോ, അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഞെറി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത്, ഇതും ആമസോണിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അങ്ങനെ ആമസോണിൽ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണമാണ്. ഇത് രണ്ടുമാണ് അത്യാവശ്യം റേറ്റുള്ള ഒരു സാധനം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതിന് വരുന്നത് എനിക്ക് തോന്നുന്നു മീഷോണല്ല മീഷോ. അതെ, മീഷോയുടെ വ്യത്യാസമാണ് സത്യം. ഇതൊരു 1599 ആണ് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴും റേറ്റ് ഏകദേശം അതൊക്കെ തന്നെയാവും തോന്നുന്നു. ഒരു തോന്നുന്നു ഇല്ല. പോലെ ഹൽദിക്കോ അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിലും യെല്ലോ എനിക്ക് തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. എല്ലാവർക്കും നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാരേജ് ഹൽദി ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയുണ്ട്, അടിപൊളി സാധനമാണ്. ഹൽദിക്ക് അടിപൊളിയാണ്. മാരേജ് മോർണിംഗ് നമ്മുടെ ഹിന്ദു വെഡിങ്ങിൻ്റെയൊക്കെ മോർണിംഗ് ലുക്കിനൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഗൈസ്, ഇലാസ്റ്റിക് ഉണ്ട്. ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ഇവിടെ ഫ്രണ്ടില് ബാക്കിലേക്കാണല്ലോ ഇത് ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെയാണ്, ബാക്കിലേക്ക് ഇതിൽ അടിയിലൊന്നുമില്ല, ഒരു പ്ലെയിൻ പാന്റ് ആണ് വരുന്നത്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. എന്നാൽ പെട്ടെന്ന് നാശമാവുന്ന കോട്ടണും അല്ല, നല്ല കോട്ടണാണ്. ഷോള് വരുന്നത് ഇതാണ്, നെറ്റാണ് ഷോൾ. ഓക്കെ, ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ആ കയ്യുമുള്ള അതേ സീക്വൻസ് വർക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ അറ്റത്തും ഷോളിൻ്റെ അറ്റത്തും വരുന്നുണ്ട് കേട്ടോ. അതും അടിപൊളിയാണ് കേട്ടോ. നിർത്തിയാണ്. നെക്സ്റ്റ് ഇനിയുള്ളതെല്ലാം നെക്സ്റ്റ് ഇനി നമ്മുടെ കയ്യിലുള്ളതെല്ലാം മീഷോന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലേ? മീഷോ അടിപൊളി സാധനമാണ്, പക്ഷെ നല്ല സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു കാണിക്കുമ്പോൾ അടുത്തൊരു വയലറ്റ്, നല്ല നല്ല കളറാണ്. മീഷോ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ, നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്, നല്ല ശരിക്കും. ഇത് എന്താ പറയുക, പ്ലെയിൻ ആണ് വരുന്നത് ടോപ്പ് കേട്ടോ. ടോപ്പ് ഒരു പ്ലെയിൻ ആണ് വരുന്നത് കണ്ടോ. ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ അതെ ഇടുമ്പോൾ നല്ല രസമുണ്ട്. ഇതും അനാർക്കലിയാണ്, പക്ഷെ ഫുള്ള് ഇങ്ങനെ വരുന്നത്. നല്ല ഫ്ലെയർ ഉണ്ട്, അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് കേട്ടോ. അതിങ്ങനെ കാണിക്കുന്നത്. ഇതിന്റെ സ്ലീവും വരുന്നത്, സ്ലീവിന് ലൈനിങ് ഇല്ല, ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് ഇതേപോലെ ഡാർക്ക് വയലറ്റ്. സ്ലീവിൽ നല്ലൊരു ഹെവി വർക്കാണ് കേട്ടോ ഉള്ളത്, നല്ല ഹെവി. അപ്പം ടോപ്പ് ഫുള്ള് പ്ലെയിൻ ആണെങ്കിലും നമുക്ക് സ്ലീവ് ഹെവി ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ പാൻറ് ഞങ്ങൾ എവിടെയോ വെച്ചിട്ട് മറന്നുപോയി. പാൻറ് ഉണ്ടോ? ഇതിൻ്റെ കൂടെ പാൻറ് ഉണ്ട്, പക്ഷെ അത് കാണാനില്ല, എൻ്റെ ഇത് മിസ്സായതാണ് പാൻറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പാൻറ് ഉണ്ട്, ഒരു വയലറ്റ് തന്നെയാണ് പാൻറ് വരുന്നത്. ഇതിൽ വരുന്നത് പ്ലെയിൻ ടോപ്പും ഇത് വരുന്നത് നല്ല വലിപ്പുണ്ട്. ഇത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ, പറഞ്ഞ പോലെ നല്ല ഫുൾ ലെങ്ത്തിൽ നിൽക്കും. ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാം, ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഫുൾ ലെങ്ത് ആണ് വരുന്നത്, ഫുൾ സ്ലീവ് ആണ് വരുന്നത്, കൈ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിൽ ഒരു ത്രെഡും ഉണ്ട് കേട്ടോ, ബാക്കിൽ ത്രെഡ് പീസും ഉണ്ട്, കെട്ടുണ്ട് കണ്ടോ, ഇതിങ്ങനെ സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോളാണ് അതിനേക്കാളും ഹൈലൈറ്റ്. ഈ സംഭവം, ഈ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ആമസോണിലും ഉണ്ട്, ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അതിൽ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. മീഷോയിലും ഇതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്കും വരാറുണ്ട് അതിന്റെ ബ്ലാക്ക് ഈ കളറൊക്കെ. ഇത് ചേച്ചി ഇട്ടതിന് ശേഷമാണ് കൂടുതൽ കണ്ടോടി. ഇത് ഷോള് അടിപൊളി ഫുൾ വർക്കാണ്. പ്ലെയിൻ ആയിട്ടുള്ള ആ ചുരിദാറിന്റെ കൂടെ ഈ ഷോളോട് വരുമ്പോൾ നല്ല. ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു തൂവല് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, ചിക്ക് ഈ ക്രീം കളർ സാധനം തന്നെ. അത് എനിക്കധികം ഇഷ്ടമാവാത്തതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം സിമ്പിൾ എനിക്കിങ്ങനെ അതിങ്ങനെ നിൽക്കുന്നത് എനിക്കെന്തോ അത്ര ഒരു ഇഷ്ടമായില്ല, അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഷോള് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതും ഒരു എന്താ പറയുക, ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ. അതിലൊരു കണ്ടോ ഗോൾഡൻ സീക്വൻസ് വർക്കാണ്, ഷെൽ വർക്കാണ് വരുന്നത് കേട്ടോ. അതിലൊരു നല്ല അടിപൊളി കളറാണ്, നല്ല കളറാണ്. നമുക്കൊക്കെ ഇട്ട നല്ല രസമുണ്ടായിരുന്നു, നല്ല കൊള്ളാം, അടിപൊളി അടുത്ത കല്യാണം തന്നെയാണ്.
ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നോക്കി വെച്ചിരിക്കും. അതുകൂടി ഇടാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കൊറേ ഡ്രസ് ഉണ്ടല്ലോ, ഇനി കൊറേ ഇടാം. എന്തോ കല്യാണം നമ്മുടെ എല്ലാത്തിനും ഇട്ടിട്ട് ഇപ്പൊ കൊറേ കല്യാണങ്ങൾ വന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഒരെണ്ണത്തിന് അവളെ അതിന്റെ അടുത്തത് ഇതുള്ള ഏതില്ലാതെ പറയാനും ഒരേ ഡ്രസ്സ് തന്നെയായി തുടങ്ങി ഇപ്പൊ ഞങ്ങളുള്ളത്. ഓക്കെ, അപ്പൊ വയലറ്റ് ഞങ്ങളുടെ 2 ഡ്രസ്സ് ഉണ്ട്. ഒന്ന് ഇതും പിന്നെ ഒരു വയലറ്റും കൂടി ഉണ്ട് മീഷോന്ന് എടുത്തിട്ടുള്ളത്. ഡാർക്കാണ്, മറ്റേത് രണ്ടും കുറച്ച് ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ അറിയില്ല, കാണുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ നേരിട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട്. വേറൊരു ഇതും ആണ് കൊടുക്കുന്നത്. അടുത്തത് ഇത് കുറച്ചധികം ഹെവിയാണ് കേട്ടോ. ഹെവി ഞങ്ങളുള്ളത് കുറച്ച് ഹെവികളാണ്. ഇത് കുറച്ചും കൂടി ഹെവിയാണ് കണ്ടോ. ഇതൊരു വയലറ്റ് തന്നെ വാടർമല്ലി കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് കളറിലേക്കാണ് പോകുന്നത്. ഇത് എന്താ പറയാ, ഇവിടെ ഫുള്ള് ഞെറി ഉണ്ട് ഫ്രണ്ടിൽ. മറ്റേത് കാണിച്ചതിൽ ഞെറി അല്ല, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കട്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഞെറി ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഇത് ഫുള്ള് ഇങ്ങനെ ചുറ്റും ഞെറിയുള്ള ടൈപ്പാണ്. ഇതിൻ്റെ ഇവിടെ നെക്കിൻ്റെ അവിടെ ഈ വർക്ക് വരുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ തന്നെയാണ്, വർക്ക് തന്നെയാണ് വരുന്നത്. ഇത് കുറച്ചധികം ഹെവിയാണ് കേട്ടോ. നമ്മൾ ബാക്കി ഗോൾഡൻ ആണ് വെച്ചാൽ ഗോൾഡൻ ആണ്, മറ്റേതാണെന്ന് മറ്റല്ല സിൽവർ ആണ് സിൽവർ അല്ലാത്ത വേറൊരു ടൈപ്പല്ല. ഇത് ലൈറ്റ് ഗോൾഡ് എന്ന് പറയുക. മറ്റേ നമ്മുടെ ഉദിച്ച എന്നുവെച്ചാൽ ഈ ഒരു ഗോൾഡ് അല്ല, ഒരു ലൈറ്റ് ഗോൾഡ് വരില്ല, അതാണ്. ഇതിൻ്റെയും സ്ലീവിൻ്റെ അറ്റത്ത് വരുന്നത് ഒരു ഹെവി വർക്ക് തന്നെയാണ് വരുന്നത്. ഇതും ഷെൽ വർക്കാണ് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്ത്. ഇതിന് എത്രയാണ് വരുന്നത്? ഇതിന് എത്രയായിരുന്നു നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് വരുന്നത് 1313 ആണ് ഞങ്ങൾ വാങ്ങിച്ചപ്പോഴുള്ള റേറ്റ്. ഇപ്പം റേറ്റ് എത്രയാണെന്നുള്ളത് അറിയില്ല. ഈ റേഞ്ചൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ പറഞ്ഞതിൻ്റെ അടിയിലും വർക്ക് ഉണ്ട് കണ്ടോ, നല്ല ഹെവിയാണെന്ന് പറഞ്ഞില്ലേ. ഫുള്ള് ഹെവിയാണ്, അടിച്ച് പൊളിച്ച് ഇടാം. അങ്ങനെ അടിയിലും ഇതുപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു മുസ്ലിം കല്യാണത്തിന് ഇടാം, ഒരു മുസ്ലിം ഇടാം ആണ്. ഞാൻ അടിപൊളിയായിരിക്കും. മുസ്ലിം കല്യാണത്തിന് ഇടാൻ പറ്റിയ വൈബായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. ഇങ്ങനെ വരുന്നത് കുഞ്ഞേച്ചി കല്യാണത്തിന് റിസപ്ഷൻ ഇട്ടതാണ്. ഉള്ള പറഞ്ഞു തരുന്നില്ല, അന്ന് ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പച്ചസാരി ഇട്ടതാണ് ഇത്. അതിന്റെ റിസപ്ഷൻ അവിടെ ഇട്ടിട്ടുള്ളതാണ് ഇത്. കല്യാണം തന്നെ അടുത്ത വീക്കിലുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവരെ കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് വീക്കിലത്തെ ഞാൻ കുറച്ച് നന്നായിട്ട് പോയി അതിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. അപ്പൊ ഇത് വയലറ്റ് തന്നെയാണ് വരുന്നത്. ഇതിന് ഷോളുണ്ട്, ഇതിന് പാന്റ് ഇല്ല. ഇത് ഫുൾ ലെങ്ത് ആണ്. ഇതിന് പാന്റ് സത്യത്തിൽ ആവശ്യമില്ല. നമ്മളൊരു ബ്ലാക്കോ ഏതിലും ലെഗിൻ ഇട്ടാൽ കാണില്ല. ചുമ്മാ ഒരു പാന്റ് ഇടുക എന്നുവെച്ചാൽ ഫുൾ ലെങ്ത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിന് ഷോൾ ഉണ്ട്. ഷോളും അത്യാവശ്യം നല്ല വർക്ക് വരും. ഷോള് നല്ല ഹെവിയാണ്. മറ്റേ ഷോളിന്റെ അത്ര ഹെവി അല്ല. ഹെവി അല്ല എന്നല്ല, വേറൊരു ടൈപ്പാണ്. ഹെവിയാണ്. ഇതിന്റെ ഈ അറ്റത്ത് കുറച്ചും കൂടി ഹെവി വർക്കാണ് വരുന്നത്. കണ്ടേ, പറഞ്ഞോളൂ. ഇതിന് ലെങ്ത് കുറവുണ്ട് ഷോള്. വൺ സൈഡ്. പിന്നെ ഇങ്ങനത്തെ ഷോളൊന്നും നമ്മളൊന്നും ഇങ്ങനെ കഴുത്ത് കൂടെ ഇടാൻ പറ്റില്ല. 2 സൈഡ് ഇടാൻ അത്ര ഇതില്ല. വൺ സൈഡ് ഇടുന്നതാണ് ഭംഗി. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ആരാ പിന്നെ നമ്മളെല്ലാരും നോക്കും എല്ലാവരും കല്യാണത്തിട്ട് വരിക. തലയ്ക്ക് ഏതൊത്തിരി കുറവുള്ള കുട്ടീനെ വെച്ചിട്ടാവും എല്ലാവരും നോക്കണ്ടേ. അവിടുത്തെ ആ ചേച്ചിയില്ല, ആ ചേട്ടനെ ചേച്ചി പോലും ഇത്ര ഹെവി ആയിട്ട് ഇട്ടല്ല. ഏത് കല്യാണ ചേക്കന്റെ പെങ്ങള്? ഞാനൊക്കെ ഇത്ര ഇല്ല. ഞാനൊക്കെ വലിയ സെറ്റപ്പിൽ പോയി സത്യം. അങ്ങനെ. അപ്പൊ ഇനിയുള്ളത് ഒരു ബ്ലൂ ആണ്. ഞങ്ങളുടെയിലുള്ളതൊക്കെ ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ. ലൈറ്റ് കളേഴ്സ് ഒന്നും ഞങ്ങൾ അങ്ങനെ അധികം അങ്ങോട്ട് സെറ്റ് ആവണില്ല. എനിക്ക് ലൈറ്റ് കളർ നമ്മളെന്തോ എന്തൊക്കെ പോയാലും എടുക്കുമ്പോ റെഡ്, ബ്ലൂ, വയലറ്റ്. അപ്പൊ റിസപ്ഷൻ ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോയില്ലേ, എന്തോരം നമ്മളെ ലൈറ്റ് കളേഴ്സ് അറിയാം. ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് സെറ്റ് ആകാൻ എന്റെ ഫേസിനൊക്കെ ഞാൻ സെറ്റ് ആയില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് മറ്റേ എന്താ പറയില്ല അതിന് പേസ്റ്റൽ കളേഴ്സ് എനിക്ക് സെറ്റ് ആവും. എന്റെ മുന്നെയാണെങ്കിൽ അതെടുത്തോ എന്ന് തന്നെ പറയണ്ടായിരുന്നു. ഞാനൊരു ബ്ലൂ അടുത്ത ഡാർക്ക് ബ്ലൂ. പിന്നെ എപ്പോഴും ഞാൻ വീഡിയോ ഇടാം. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലൂ കളർ. ഇതും അടിപൊളിയാണ് കേട്ടോ. ഇതും നല്ല രസമാണ്. ഇട്ട് കഴിഞ്ഞാൽ ബ്ലൂ ആയതുകൊണ്ട് നല്ലൊരു മോഡലും നല്ല രസമാണ്. നല്ല അടിപൊളി സംഭവമാണ്. ഇതിന് നെക്ക് കുറച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ അതുകൊണ്ട് ഇവിടെ അതിനെ ഷേപ്പ് ചെയ്ത് പിടിച്ചിരുന്നു.
നെക്ക് കുറച്ച് ഇറങ്ങി നിൽക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഡീപ്പ് നെക്കാണ്, അത്യാവശ്യം ഡീപ്പ് നെക്കാണ് വരുന്നത്. പിന്നെ ബ്ലൂവില് വയലറ്റ് അല്ല ഡീപ്പ് നെക്കായി ഇടുന്നവർക്ക് നല്ലതായിരിക്കും, മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച്. ഇതിൽ വരുന്നത് ഒരു സിൽവറിൽ ഒരു എന്ത് വർക്ക് എന്ന് പറയുക, ഷെൽ വർക്കും ത്രെഡ് വർക്കും കൂടിയിട്ടുള്ള ഒരു ടൈപ്പ്, അങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. ഇങ്ങനെ മൊത്തം കണ്ടോ, ഇവിടെ നിന്ന് വന്ന ആലിയ കട്ടാണ് വരുന്നത് കേട്ടോ ഡ്രസ്സ്. ഇതും നല്ല ഫുൾ ലെങ്ത്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഇതിന് കൈ വർക്കുണ്ട്, അത് തന്നെ അതിനോണ്ട് നല്ല ഭംഗിയാണ് അതുകൊണ്ട് വരുന്നത് കേട്ടോ. സ്ലീവ് വരുന്നത് ഇങ്ങനെ, ഇതിൻ്റെ അറ്റത്തും ഇതും ഫുൾ കൈ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഈ ഒരു സിൽവർ കളർ വർക്ക് തന്നെ വരുന്നത്. ബോഡി മൊത്തം വേറെ ഈ ഒരു ആലിയക്കട്ടിൻ്റെ ഇവിടെ നിന്നിട്ട് താഴെയൊന്നും ഒന്നുമില്ല. അപ്പോൾ ഈ സ്ലീവിലേക്ക് ഇവിടെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ സ്ലീവുമ്മയ്ക്ക് ഇതിന് വരുമ്പോൾ നല്ല രസമാണ് സംഭവം. ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നമ്മൾ ബാക്കിയുള്ള എൻ്റെ മെറ്റീരിയൽ പറഞ്ഞു. ഓക്കെ, മിക്ക ഡ്രസ്സുകളും ഞങ്ങള് ജോർജറ്റിനെയാണ് ആദ്യം രണ്ടെണ്ണം കോട്ടൺ ആണ്, ഇതിപ്പോ കാണിച്ച എല്ലാം ജോർജറ്റ് ആണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതൊരു ബ്ലൂ കളറ്. നെക്സ്റ്റ് ഇതിൻ്റെ ഷോള് ഞാനാണല്ലോ ഷോൾ അതേ കയ്യിലത്തെ മറ്റേതല്ലേ അതേമാതിരിയാ, അടിപൊളിയാണ് ഇടുമ്പോൾ. ആ പ്ലെയിൻ ആ ചുരിദാർ ഇങ്ങനെ ഇട്ടിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സിൽവർ ഷെൽ വർക്ക് തന്നെയാണ് വരുന്നത്, ആ ത്രെഡ് വർക്കും. പിന്നെ അതിൻ്റെ ഷോളിൻ്റെ ബോഡി ഫുള്ള് ഇതുപോലത്തെ ഒരു കുഞ്ഞി ഷെൽ വർക്ക്, ഒരു പൂ പോലെ ഒരു സെറ്റപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പാൻറ്റും ഉണ്ട്. പാൻറ്റും വരുന്നത് ജോർജറ്റ് ആണ്, ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പാണ്. പിന്നെ അടിയിലൊരു എന്താ ഇങ്ങനെയുണ്ട്, മൊത്തം പാർട്ടി വെയർ. അതന്നെ അടിപൊളി സെറ്റപ്പ്. ഇതും നല്ലൊരു പാർട്ടിക്കൊക്കെ നമുക്കൊരു റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പ്. കല്യാണത്തിന് വേണ്ട രാവിലെ ഇടാം, നമുക്ക് ഇഷ്ടമുള്ളവരത്തേക്കൊക്കെ നമ്മൾ ഇടും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരുവിധം പാർട്ടി വെയർ. പിന്നെ ഇത് ഞാൻ ഇട്ടിരിക്കുന്നതാണ് അടുത്തത്. മറന്നുപോയിട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഞാൻ ഈ ഇട്ടിട്ടുള്ള ഡ്രസ്സ്. ഇത് സൈഡിൽ ഞങ്ങൾ ഫോട്ടോ കാണിക്കാം. ഓക്കെ, ഒരു വി നെക്കാണ് വരുന്നത്. വി അല്ല, ഒരു എന്താ പറയുക, നമ്മൾ ഒരു ആലിലക്കഴുത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു നെക്കാണ് വരുന്നത്. സ്ലീവ് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്, 3/4 സ്ലീവ് പ്ലെയിൻ ആണ് വരുന്നത്. ഈ ബോഡി പാർട്ടിൻ്റെ അവിടെ ഫുൾ ഒരു ഗോൾഡൻ കണ്ടോ, അങ്ങനെ ഒരു ഗോൾഡൻ വർക്കാണ് വരുന്നത്. ഷെൽ വർക്കും ഇതും കൂടിയിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ടുള്ള വർക്കാണ്. പ്ലെയിൻ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഹൈറ്റില്ലാത്തൊന്നും കാണില്ല, ഇങ്ങനെ ഞെറിയാണ് വരുന്നത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഫുൾ ഫ്രണ്ട് മാത്രം അനാർക്കലി വൈബാണ്, അങ്ങനത്തെ ഒരു വൈബാണ്. ഇതിലൂടെ പിന്നെ ഇതിൻ്റെ കൂടെയും പാൻറ് ഇല്ല, നമ്മള് പാൻറ് ഇല്ലാത്തതാണ് വെച്ചാൽ ഫുള്ളാണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഇതിനും പാൻറ് ഇല്ല. ഷോൾ ഉണ്ട്. ഷോളിന്റെ ഒരു ഇത് പറഞ്ഞാൽ പ്ലെയിൻ ഷോളാണ് കേട്ടോ. ഇതിന് ഷോള് വലിയ കാര്യമില്ല, ആവശ്യമില്ല. ഫ്രണ്ടിൽ അത്യാവശ്യം വർക്കുള്ള നമുക്ക് ഷോളിന്റെ ആവശ്യം വരുന്നില്ല. ഇതന്നെ ഈ റെഡ് തന്നെ പ്ലെയിൻ ഷോളാണ് വരുന്നത്. ഇതിൽ വീഡിയോയിൽ കാണാൻ മാത്രമല്ല കുറച്ചുകൂടി മെറൂൺ കളറാണ് കേട്ടോ വരുന്നത്. സത്യല്ലേ, ഈ കളർ വന്നപ്പോ കുറച്ചും കൂടി ഒരു റെഡിലേക്ക് പോയി, കുറച്ചുകൂടി മെറൂൺ കളറാണ്. ഈ റെഡ് അല്ല, ചില്ലി റെഡ് മാതിരിയെ തോന്നുന്നുണ്ട്, പക്ഷെ ചില്ലി റെഡ് അല്ല, മെറൂൺ കളറാണ്. പ്ലെയിൻ ഷോളാണ്. ലെങ്ത് കുറവാണ് കേട്ടോ ഷോളിന്, അത്ര അധികം ഇങ്ങോട്ട് ലെങ്ത് ഇല്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇടാം, അതന്നെയാണ് ഇടാ, അതിനാണ് ഭംഗി, അങ്ങനെ ഉള്ളൂ, ഇങ്ങനെ ഇടാം. ഓക്കെ, ഈ ഷോൾ ഇട്ടിട്ട് മുടുക്കിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് വൺ. ഇതും ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. കുഴപ്പമില്ല. ജോർജറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാമേജ് ആവില്ല, പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വാഷ് ചെയ്യാൻ അങ്ങനെ നമ്മൾ അത്ര കെയർ കൊടുക്കേണ്ടാത്തൊരു മെറ്റീരിയലാണ് ജോർജറ്റ്. പിന്നെ കുഴപ്പമില്ല, സത്യത്തിൽ അടിപൊളി സാധനമല്ലേ കുഴപ്പമില്ല, നല്ലതാണ്. കളറും പോവില്ല. ഇതും മീഷോന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 500 ബിലോ ഉള്ളൂ കേട്ടോ ഈ ഡ്രസ്സിന്. ഇനിയുള്ളത് കുറച്ച് റേറ്റ് കുറവിൻ്റെയാണ് നമ്മൾ കാണിക്കുക. ഇതിനൊക്കെ 500 ബിലോ ഉള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ച റേറ്റ് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ലിങ്ക് ഞങ്ങൾ കൊടുക്കാം, കുഴപ്പമില്ല. എല്ലാ ഡിസ്ക്രിപ്ഷനിൽ. ഇതാണ് നെക്സ്റ്റ് വൺ. ഓക്കെ, പിന്നെ അടുത്തുണ്ടോ ഇനിയുള്ളത്
സിമ്പിൾ നമുക്കൊരു ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പാർട്ടി വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ചെറിയ ഒരു ഫംഗ്ഷനൊക്കെ കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഇടാം. അത്ര റേറ്റിൻ്റെ അല്ലാത്ത ടൈപ്പാണ് വരുന്നത്. അങ്ങനെ ആദ്യം വരുന്നത് ഒരു വൈറ്റ് ആണ്. ഇത് ഞാൻ ഇട്ട് കുറേ ആവശ്യമായി. ഇതാണ് വരുന്നത് ഈ ഒരു type. എല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മള് കുറേ പേര് കഴിഞ്ഞാല് ആ സമയത്തൊക്കെ ഇത് നന്നായിട്ടാണ്. ഇതിന്റെയും കണ്ടിരുന്നു ഞാൻ. ഇത് വരുന്നത് ഇത് എന്ത് മെറ്റീരിയലാണ്? റയോൺ മെറ്റീരിയലോ കോട്ടൺ റയോൺ അങ്ങനത്തെ ഒരു ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ നല്ല ലുക്ക്. പക്ഷെ തുണി ഉണ്ടല്ലോ ഭയങ്കര കട്ടിയില്ല, കട്ടി കുറവാണ് കേട്ടോ. ഇത്തിരി കട്ടി കുറവാണ് സംഭവം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഒരു 3/4 സ്ലീവ് ആണ്. അതിന്റെ അറ്റത്ത് ഇതുപോലത്തെ ഒരു വയലറ്റ് കണ്ടോ അങ്ങനെ ഒരു വർക്ക് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ലേസ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലും ഇതിന്റെ ഒരു സിൽവർ കളർ ഒരു ഷെൽ വർക്കും പിന്നെ ഈ ത്രെഡും ആണ് വരുന്നത്. ഈ ത്രെഡ് വർക്കും ആണ് വരുന്നത് സംഭവം. ഇങ്ങനെ സ്ലിറ്റഡ് ആണ്. പിന്നെ സ്ലിറ്റഡ് ഒരു ഇതാണ്. ഇതിന്റെ പാന്റ് പാന്റ് വലിയ ക്വാളിറ്റി ഇല്ല. ഇതാണ് നമുക്കിപ്പോ ക്വാളിറ്റി ഇല്ലാന്ന് ഈ റേറ്റിനെ വെച്ച് നോക്കുമ്പോ ഓക്കെ ആണ്, വേർത്ത് ആണ്. ആദ്യമൊക്കെ നല്ല തന്നെയായിരുന്നു. അത്യാവശ്യം പിന്നെ യൂസ് ചെയ്തതിന്റെ ഇതുണ്ടല്ലോ. ഇതിന്റെ ഒരു ഈ സ്കൈ ബ്ലൂ കളർ പാന്റ് ആണ് വരുന്നത്. അല്ലല്ല, ഇതിന് വരുന്നത് ഞാനിവിടെ എവിടെയോ നോക്കിണ്ട് 572 വരുന്നുണ്ട്. 572 വരുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് 300. ഏത് റെഡ്? അത് ഇതാണ് കേട്ടോ. ഈ 500 ബിലോ പറഞ്ഞത് ഇതിനാണ്. കണ്ടുപൊട്ടത്തിയാവുന്നു. 572 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഉള്ളത് മീഷോന്നാണ്. അപ്പോൾ ഇതും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഈ ഒരു റേറ്റിന് നമ്മളൊരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ തന്നെ വേണം റേറ്റ്. ആ ഒരു റേഞ്ച് ആവും. അപ്പം അത് കുഴപ്പമില്ല. ഈ ഒരു സ്കൈ ബ്ലൂ ആണ് പാൻറ് വരുന്നത്. അതും പെട്ടെന്ന് നാശമായി തുടങ്ങി. പിന്നെ ഇതിന് ഷോളും വരെ നോർമൽ ഷോളാണ് കേട്ടോ. അതിൻ്റെ അറ്റത്ത് ഈ മറ്റേ ലേസ് ഒരു സിൽവർ ലേസ് കയ്യുമുള്ള അതേ ലേസ് തന്നെയാണ് വരുന്നത്. കണ്ടോ ഇങ്ങനെ ഒരു ലേസ് ഇതാണ് വരുന്നത്. പിന്നെ ഷോളും കളർ പോയി തുടങ്ങി സംഭവം. അതെന്തോ വെയിലത്തിട്ടിട്ട് അതിന്റെ ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് വെയിലത്തൊക്കെ ഇടുമ്പോ കുറച്ച് കളറൊക്കെ പോകും. ഓക്കെ, അപ്പൊ അടുത്തത് ഇതാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? ഒരെണ്ണം കൂടി ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ വരുന്നതും ഒരു ബ്ലൂ ആണ്. ബ്ലൂ ആൻഡ് ഒരു സിൽവർ ഇങ്ങനെ വരുന്നതാണ്. ഇതും ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. റയോണല്ലേ വരെ, അതിന് റയോൺ തന്നെയല്ലേ പറയാ, അറിയില്ല. അതേ തോന്നുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് തന്നെയാണ്. കോട്ടൺ റയോൺ അങ്ങനത്തെ ഒരു ഇത് വരുന്നത്. ഇതിൻ്റെയും വരുന്നത് ഇതും അത്യാവശ്യം നല്ല മഞ്ചിട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ എനിക്കുള്ളതിൽ കുറച്ച് സിമ്പിൾ എന്ന് വെച്ചാൽ അടുത്തേക്കൊക്കെ അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ആയിരുന്നു. ബാക്കിയൊക്കെ ഹെവി കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ് മേടിച്ച ഡ്രസ്സാണ്. സംഭവം നല്ലായിരുന്നു. കല്യാണങ്ങൾക്കും എല്ലാത്തിനും ഇടായിരുന്നു. പക്ഷെ നോർമൽ ഒക്കെ ഒരു ഹെവി ഡ്രസ്സ് ആയതുകൊണ്ട് നോർമലി അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് ആകെ 2-3 ഉണ്ടായിരുന്നുള്ളൂ. നോർമൽ ചുരിദാർ കുർത്തീസ് ഒക്കെ. അപ്പൊ അവള് അങ്ങനെ വെച്ചിട്ട് അവളെ എപ്പോഴും ഇട്ടിരുന്നു ഡ്രസ്സാണ്. അത്യാവശ്യം ഞാൻ ഇട്ട്, അതുകൊണ്ട് തന്നെ ഡാമേജ് ഞാൻ തൊങ്ങു പൊന്തി തുടങ്ങിയത്. ഈ മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ കുറച്ച് എപ്പോഴും ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. തൊങ്ങു പൊന്തി തുടങ്ങി അതാണ്. പക്ഷെ ഇതിന് വരുന്നത് ഒരു 682 ആണ് വരുന്നത്. ഇതിൻ്റെ കൂടെ പാൻറ്റും ഷോളും ഉണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതിങ്ങനെയാണ്. കുറച്ച് വൈഡായിട്ടുള്ള വീനെക്ക് എന്നല്ല പറയുക, ഇതിനെന്താ പറയുക, ഇതിങ്ങനെ ഒരു ഷേപ്പ് കണ്ടറിയാം, അങ്ങനെ നെക്ക വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തും ജസ്റ്റ് കണ്ടില്ലേ ഇതുപോലെ ഒരു വർക്ക്, ഈ ഒരു ലേസ് വർക്ക് തന്നെയാണ് കാണുന്നത്. സിൽവർ ആണ് വരുന്നത്. സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയല്ല, ചുരിദാറാണ്. ചുരിദാർ അങ്ങനെയാണ് വരുന്നത്. അടിയിൽ ഇതിന്റെ ബോഡി പാർട്ടിലും പിന്നെ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. പിന്നെ പിന്നെ അതിന്റെ ഷോളും വരുന്നത് ഇത് മറ്റേ ഷോളിന്റെ മാതിരി തന്നെയാണ് കേട്ടോ. ഒരു സിമ്പിൾ ഷോളാണ്, പ്ലെയിൻ ആണ്. അറ്റത്ത് ഈ ഒരു വർക്കാണ് വരുന്നത്. സിൽവർ ഒരു ലേസ് ആണ് ഉള്ളത്.
കുഴപ്പമില്ല. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഷോളാണ് കേട്ടോ. അങ്ങനെ വലിപ്പമുള്ള ഷോളാണ്, കുഴപ്പമില്ല. ഇത് ഷോൾ ഇടാറില്ല ഇവള്, സാധാ ഇങ്ങനെ ഒരു കുർത്തിയും സിമ്പിളായിട്ട് അങ്ങനെയാണ് ഇടാറ്. കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ പാൻറ്റും ഇതിന്റെ കൂടെ എലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ ഇങ്ങനത്തെ ടൈപ്പ് പാൻറ്റാണ്. ഒരു പ്ലെയിൻ, ജസ്റ്റ് നോർമൽ പ്ലെയിൻ ഒരു പാൻറ്റാണ് കേട്ടോ വരുന്നത്. കുഴപ്പമില്ല. ഈ ഒരു റേറ്റിന് പറഞ്ഞ പോലെ കോട്ടൺ ടൈപ്പാണ്, റയോൺ കോട്ടൺ ആണ് വരുന്നത്. അപ്പോൾ അതിനും കുറേ ഒരുപാട് വട്ടം യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു 1 ഇയർ ആവാറായി നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ മറ്റേ മെഷീനിലൊന്നും ഇടാണ്ട് സാധാ പോലെ കഴിക്കാൻ മതി. വെറുതെ മുക്കിക്കിട്ടുന്നോണ്ടാണ്. അതെ അതെ, മെഷീനിൽ ഇടുന്നോണ്ടാണ് ചിലപ്പോ ഇത്ര പെട്ടെന്ന് തൂങ്ങൊക്കെ പോകുന്നതാണ്. ആയിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത് എത്ര എണ്ണം ഉണ്ട്? 8 ഉണ്ട്. 8 ചുരിദാറുകളാണ് ഉള്ളത്. അതിലൊരു 6 എണ്ണം പക്ക നമുക്കൊരു പാർട്ടി വെയർ ആണ്. 2 എണ്ണമാണ് സിംപിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് 6 എണ്ണം പാർട്ടി വെയർ നമുക്ക് ഇടാൻ പറ്റിയതാണ്. ഇതെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു നമ്മൾ എടുത്തതിൽ. ഈ വൈറ്റ് ലാസ്റ്റ് കാണിച്ച 2 എണ്ണം മാത്രമാണ്. അത് ആ റേറ്റിനുള്ളതും ഡെയിലി യൂസ് ചെയ്തിരുന്നതിൻ്റെ കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമില്ല. അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. പിന്നെന്താ, പിന്നെ ഇനി ഒന്നുമില്ല ഡ്രസ്സ്. അത്രയല്ലേ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഇത് കൊടുക്കാം കേട്ടോ. ലിങ്ക് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ എന്തായാലും മേടിച്ചു കേസ്, അടിപൊളിയാണ്. അതെ, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ, അങ്ങനെ നമുക്ക് വാങ്ങിച്ചിട്ട് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഈ മെറ്റീരിയൽ എടുത്ത് തയ്ച്ച് വർക്ക് ചെയ്ത് കിട്ടിയിട്ട് വരുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആവും. ഇതൊക്കെ ഇത്രയും വർക്കുള്ള സംഭവങ്ങൾ നമുക്ക് കല്യാണത്തിന് ഇപ്പോൾ ഇടാനൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ, സൂപ്പർ ആയിരിക്കും. അതെ, പിന്നെ ഇപ്പോൾ ഒന്നാമത് ഇനി മാരേജ് ടൈം തുടങ്ങും. ഏപ്രിൽ തൊട്ടിട്ട് കല്യാണ സീസൺ ആണല്ലോ. അപ്പോൾ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ്. അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇടയ്ക്കൊക്കെ പറയട്ടോ. പറയണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്നുമില്ലല്ലോ, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ്. ഞങ്ങളുടെ പുതിയൊരു ചാനലല്ലേ, ഒന്ന് സെറ്റപ്പ് ആക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.